കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളുടെ അവസ്ഥ എന്താണ്? ഗവൺമെന്റ് കോളേജുകളിൽ 42 ഗവൺമെന്റ് കോളേജിൽ പ്രിൻസിപ്പൽമാരില്ല മാഡം. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞത് എന്തിനാണ്? എന്തിനേറെ പറയുന്നു, നമ്മുടെ മുഖ്യമന്ത്രിയുടെ കോളേജായ ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ അവിടെയും പ്രിൻസിപ്പൽ ഇല്ല. അവിടെ ഈ കാലഘട്ടത്തിൽ ആരെങ്കിലും ഊരിപ്പിടിച്ച വാളെടുത്ത് ഉയർത്തിയാൽ അത് താഴെ വെക്കുമെന്ന് ആവശ്യപ്പെടാൻ ഒരു പ്രിൻസിപ്പൽ പോലും ബ്രണ്ണൻ കോളേജിലുമില്ല. സാർ, അതെന്നാ വർത്താനം പറഞ്ഞു പോയി. സാർ, നിങ്ങൾ സ്വകാര്യ സർവകലാശാലകളെ പറ്റി സംസാരിക്കുകയാണ്. നിങ്ങൾ സ്വകാര്യ സർവകലാശാലകളെ പറ്റി സംസാരിക്കുമ്പോൾ ശ്രീ ഉമ്മൻചാണ്ടി സാർ കൊണ്ടുവന്ന സ്വകാര്യ സർവകലാശാലയുടെ കുഴപ്പം എന്തായിരുന്നു സാർ? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ സത്യം പറയാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലേ? നിങ്ങളുടെ സ്വകാര്യ സർവകലാശാലയും ഞങ്ങൾ കൊണ്ടുവരേണ്ടത് സ്വകാര്യ സർവകലാശാലയും നമ്മൾ 10 വ്യത്യാസം നിങ്ങൾ ഞങ്ങൾക്കൊന്ന് പറഞ്ഞതാ. 10 എണ്ണം പറയണ്ട, 2 എണ്ണം പറഞ്ഞു തരാമോ? എന്തിനാ ഇതൊക്കെ പറയണേ? കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് പറയാനായിട്ടുള്ളത്, മുഖ്യമന്ത്രി പറഞ്ഞൊരു വാചകമുണ്ട്, ഓരോ ഫയലും ഓരോ അപേക്ഷയും ജീവിതങ്ങളാണ് എന്ന്. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീമതി ബിന്ദുവിനോട് പറയാനായിട്ടുള്ളത്, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു അപേക്ഷ അത് ചവറ്റുകൊട്ടയിൽ കിടന്നാണ് കിട്ടിയത്. ആ ചവറ്റുകൊട്ടയിൽ കിടക്കുന്ന അപേക്ഷയും ഒരു ജീവിതമാണ് എന്ന് മന്ത്രി ദയവ് ചെന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നോക്കണ്ടതല്ല, ചോദിച്ചു കഴിഞ്ഞാൽ പല്ലുവേന പറഞ്ഞാൽ മതി. കുറച്ചു മുമ്പ് ഇവിടെ സംസാരിക്കുമ്പോൾ പറഞ്ഞു, കേരളത്തിന് രഞ്ജി ട്രോഫിയിൽ ഉണ്ടായ നേട്ടം, സന്തോഷ് ട്രോഫിയിൽ ഉണ്ടായ നേട്ടം, ഇതെല്ലാം സർക്കാരിന്റെ നേട്ടങ്ങളാണ് എന്ന്. അങ്ങനെയാണെങ്കിൽ ചരിത്രത്തിലാദ്യമായി ദേശീയ ഗെയിംസിൽ കേരളം 13ാം സ്ഥാനത്തായതിന്റെ ഉത്തരവാദിത്വം കൂടി ഈ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണ്ടേ? ഹോസ്റ്റലുകളിലെ ശോചനീയാവസ്ഥ അടക്കമുള്ള വിഷയങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഈ ധനാഭ്യർത്ഥനയെ ഞാൻ എതിർക്കുകയാണ് സാർ. അവനുള്ള പണി ഞാൻ കൊടുക്കും. വെറുതെ വിടരുത് അവനെ.